എല്ലാ കമ്പനികൾക്കും ഒരു ആത്മാവ് ഉണ്ടാവും. അതായത് പൈസ എത്രയോ അതിൻ്റെ സബ്സിഡിയറി വന്നെങ്കിൽ കൂടിയും അതിന് മെയിനായിട്ട് ഇൻകം നൽകുന്ന ഒരു ആത്മാവ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്ന മെയിൻ ബിസിനസ് ഉണ്ട്. പക്ഷേ റിലയൻസിൻ്റെ ആത്മാവ് എന്താണ്? എത്രയാണ് റിലയൻസിന് അവരുടെ ആത്മാവായിട്ട് കണക്കാക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിസിനസ് ലോകത്തിൻ്റെ ശ്രദ്ധ അംബാനി കുടുംബത്തിലും റിലയൻസിൻ്റെ ജാംനഗർ റിഫൈനറിയിലുമാണ്. റിലയൻസിനെ സംബന്ധിച്ച് ജാംനഗർ റിഫൈനറിയാണ് അവരുടെ തായ് പേര്. അന്തരിച്ച ധീരുഭായ് അംബാനിയുടെ സ്വപ്നമായിരുന്നു ഈ റിഫൈനറി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്നാണ് ഇത്. പ്രവർത്തനം ആരംഭിച്ച് 25 വർഷം പിന്നിടുന്ന റിഫൈനറിയെ അംബാനിയും കുടുംബവും വാനോളമാണ് പുകഴ്ത്തുന്നത്. റിലയൻസിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലും ജാംനഗർ റിഫൈനറിക്ക് വലിയ പങ്കുണ്ടെന്നാണ് മുകേഷ് അംബാനി പറയുന്നത്. അതേസമയം ജാംനഗർ റിഫൈനറിയാണ് റിലയൻസിൻ്റെ ആത്മാവ് എന്ന് നിത അംബാനി വ്യക്തമാക്കി. കുടുംബത്തിന് ജാംനഗറുമായുള്ള ആഴത്തിലുള്ള ബന്ധം അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അംബാനി കുടുംബത്തെ സംബന്ധിച്ച് ഈ റിഫൈനറി ജന്മസ്ഥലം അല്ലെങ്കിൽ ജോലിസ്ഥലം അല്ലെങ്കിൽ ഭക്തിയുടെ സ്ഥലം ആണെന്ന് നിത അംബാനി പറയുന്നത്. ജാംനഗറിലുള്ള ധീരുഭായ് അംബാനിയുടെ ഭാര്യയും മുകേഷ് അംബാനിയുടെ മാതാവുമായ കോകിലാബെൻ അംബാനി ജനിച്ചത്. കോകില മമ്മിയെ സംബന്ധിച്ചോ ഇത് അവളുടെ ജന്മഭൂമിയാണ്. അവരുടെ അനുഗ്രഹങ്ങളും മൂല്യങ്ങളുമാണ് തങ്ങളെ എല്ലാവരെയും നയിച്ചതെന്ന് നിത അംബാനിയും പറയുന്നുണ്ട്. കുടുംബത്തിൻ്റെ യാത്രയിൽ ജാംനഗറിൻ്റെ പങ്കിനെപ്പറ്റി ഇളയ തലമുറയും വാനോളം വാചാലമൊന്നു. മുത്തച്ഛൻ്റെ സ്വപ്നം അവരുടെ ഹൃദയത്തിൽ എന്നും നിൽക്കുന്നുവെന്ന് ഇഷ അംബാനി പറയുന്നു. AI പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നഗരത്തെ നവീകരിക്കുമെന്നാണ് ആകാശ് അംബാനിയുടെ വാദം. കുടുംബത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും അടിത്തറയാണ് ജാംനഗർ എന്ന് അനന്ത് അംബാനി അഭിപ്രായപ്പെട്ടു. ഏറെ വെല്ലുവിളിക്കിടയിലാണ് ധീരുഭായ് അംബാനി അവികസിതമായിരുന്ന ജാംനഗറിൽ ഒരു റിഫൈനറി നിർമ്മിച്ചത്. അത് ഇന്നു സാങ്കേതികവിദ്യയുടെയും പുരോഗതിയുടെയും കേന്ദ്രമായി മാറി. പിതാവിൻ്റെ സ്വപ്നങ്ങൾക്ക് പുതുവർണ്ണങ്ങൾ നൽകാൻ മുകേഷിന് സാധിച്ചു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ റിഫൈനറികളിൽ ഒന്നായി റിലയൻസ് മാറിക്കഴിഞ്ഞു. റിലയൻസിൻ്റെ എണ്ണ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനം ജാംനഗർ റിഫൈനറിയാണ്. അതിനാൽ തന്നെ റിലയൻസിനെയും മുകേഷ് അംബാനി കുടുംബത്തിനെയും സംബന്ധിച്ച് ജാംനഗർ വെറുമൊരു സ്ഥലമല്ല, അത് റിലയൻസിൻ്റെ ആത്മാവാണ്. 25 വർഷം പിന്നിടുന്ന ജാംനഗർ റിഫൈനറിയിൽ റിലയൻസിന് വൻ വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉൾപ്പെടുത്തലിനെ പറ്റി ആകാശ് അംബാനി ചില സൂചനകൾ നൽകിക്കഴിഞ്ഞു. കാര്യങ്ങൾ ഇതിലും അപ്പുറത്തേക്ക് പോകുമെന്ന് ഉറപ്പാണ്. കാരണം റിലയൻസ് പോർട്ട്ഫോളിയോയിൽ എണ്ണയ്ക്ക് വളരെ വലിയ പങ്കാണ് ഉള്ളത്.